നിങ്ങൾക്ക് കളർ ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജാതി നിങ്ങളുടെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ കാറ്റഗറിയിൽ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ ഏത് ജാതിക്കാരനും ആയിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ എടുത്തേ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദപരമായ പല പരാമർശങ്ങളും കേരളത്തിലുള്ള ആളുകളെ പറ്റിയിട്ട് പല പ്രശസ്ത യൂട്യൂബേഴ്സും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് ഒറ്റപ്പെട്ടിട്ടുള്ള ചില യൂട്യൂബേഴ്സിൻ്റെ അല്ലെങ്കിൽ പരാമർശങ്ങളാണെന്ന് ചിന്തിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഒരു സെക്കൻഡ് കാറ്റഗറി ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുള്ള മറ്റ് പല സംസ്ഥാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള പല ആളുകളെയും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ചിന്തിക്കുന്ന ഇത്തരത്തിലാണ് നമ്മൾ പൊതുവെ സംസാരിക്കുന്ന ദേശീയ ഭാഷ എന്ന് അവകാശപ്പെടുന്ന ഹിന്ദി കേരളത്തിലോ സൗത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഹിന്ദി സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണെന്നുള്ള വകതിരിവ് അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ അവർ ചിന്തിക്കുന്നത് ഹിന്ദീൻ്റെ കൂടെ തന്നെ അവർ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. അതും നമ്മൾ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നില്ല. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തപ്പിത്തടഞ്ഞ് നമുക്ക് അറിയാത്ത രീതിയിലൊക്കെയാണ് മറുപടി പലപ്പോഴും പറയുന്നത്. അപ്പോൾ അവർ പൊതുവെ ചിന്തിക്കുന്നത് നമ്മൾ ഇത്രയധികം സാക്ഷരതയൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ ഭാഷയായ ഹിന്ദിയോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് സംസാരിക്കുന്ന ഇംഗ്ലീഷോ ഇവർക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ട് ഇവരേതോ അന്യഗ്രഹ ജീവികളാണ് അല്ലെങ്കിൽ ഇവർ ഞങ്ങളെക്കാളും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ മറ്റു പല സംസ്ഥാനങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെ പല രീതിയിൽ പല കാറ്റഗറി ആയിട്ട് പലപ്പോഴും തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പൈസയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവന് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും കളർ ഇല്ലെങ്കിലും അവൻ്റെ ജാതി ഏതായാലും മതം ഏതായാലും അവൻ ഏത് ഭാഷ സംസാരിച്ചില്ലെങ്കിലും പൈസയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അവരെ എ കാറ്റഗറി അല്ലെങ്കിൽ ടോപ്പ് കാറ്റഗറിയിൽ തന്നെയാണ് കണക്കാക്കുന്നത്. രണ്ടാമത്തത് ചില കാസ്റ്റിൽ ചില ജാതിയിൽ വരുന്ന ആളുകളെ അവർക്കൊന്നുമില്ലെങ്കിലും ജീവിക്കാൻ മാർഗ്ഗമില്ലെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലെങ്കിൽ പോലും അവർ ടോപ്പ് എ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. മൂന്നാമത്തേതാണ് നല്ല കളറുള്ള ആളുകളാണ്. നമ്മുടെ നാട്ടിൽ നോക്കിക്കോ, കളർ കുറഞ്ഞ ആളുകളെ സെക്കൻഡ് കാറ്റഗറി ആയിട്ട് കണക്കാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് നല്ല വെളുത്ത് തൊടുത്ത ആളുകൾക്ക് അവർ ടോപ്പ് എ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണെന്ന് വിശ്വസിക്കുന്ന ഭൂരിഭാഗം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. നാലാമത്തെ ഒരു സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് കേട്ടോ. നിങ്ങൾക്ക് കളർ ഇല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജാതി നിങ്ങളുടെ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ കാറ്റഗറിയിൽ ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ ഏത് ജാതിക്കാരനോ ആയിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബിൽ എടുത്ത് ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞാൽ പല നോർത്ത് ഇന്ത്യയിലും പല സ്ഥലങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട വീട്ടിലത്തെ പല പെൺകുട്ടികളും അല്ലെങ്കിൽ പല പയ്യന്മാരും ഭയങ്കര ചെറിയ വീട്ടിൽ നിന്നുള്ള ആളുകളും അവർ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന വീഡിയോകൾക്ക് ഭയങ്കര വ്യൂസ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ, അതിൻ്റെ ഒരു ചിന്താഗതി ഇത്രയേ ഉള്ളൂ, അയ്യോ ഇത്രയും സാഹചര്യത്തിൽ നിന്ന് ഇവൻ ഇംഗ്ലീഷ് സംസാരിക്കൂ. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിത രീതിയും തമ്മിലൊന്നും ഒരു ബന്ധമില്ലാന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അവരങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാനിവിടെ മനസ്സിലാക്കിയുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസം എഞ്ചിനീയറിംഗ് ഡോക്ടറേറ്റ് MBA BBA ഒക്കെ കഴിഞ്ഞ ആളുകൾ പലപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാലും +2 പാസ്സാവാത്ത മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പല ആളുകളോടും ഇൻ്റർവ്യൂവിൽ തോറ്റു പോകുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടും നമ്മുടെ ഇംഗ്ലീഷ് ഭയങ്കര മോശമാണെന്ന് നമ്മൾ തന്നെ വിശ്വസിച്ച് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പേടിയാവുന്നതുകൊണ്ടും നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും കഴിവും എല്ലാ സംഭവവും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടായാൽ പോലും നമുക്ക് പലപ്പോഴും ജോലി കിട്ടാതെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ശമ്പളം കിട്ടാതെ പ്രൊമോഷൻ കിട്ടാതെ നമ്മൾ താഴെപ്പെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒരു ചെറിയൊരു പോംവഴി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ മറുപടി പറയുന്ന തുടങ്ങിയാൽ ഇതുപോലെ വിവരം കേട്ട അല്ലെങ്കിൽ ഇതുപോലത്തെ കമൻറ്റുകളും ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ അതിനെതിരെ പ്രതികരിക്കാനും ശക്തമായി പ്രതികരിക്കാനും നമ്മുടെ അഭിപ്രായം തുറന്നു പറയാനും അവരുടെ ആ ഒരു ചിന്താഗതി മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ, നമ്മൾ ചില ആളുകൾ നിങ്ങൾ മണ്ടന്മാരായുള്ള ആളുകളോട് മത്സരിക്കാൻ പോകരുത്. ഒരു ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ കഥ പറയട്ടെ. ഒരിക്കൽ ഒരു കഴുത ഒരു പുല്ല് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പുലി വരുന്നുണ്ട്. പുലി വന്നിട്ട് കഴുതിനോട് ചോദിക്കുക എന്താണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ കഴുത പറയും ഈ ചുമന്ന കളറുള്ള പുല്ല് ഞാൻ നോക്കി നിൽക്കുകയാണെന്ന് പറയും. അപ്പോൾ പുലി പറയും ഈ പുല്ലിന് ചുമന്ന കളറല്ല പച്ച കളറാണെന്ന് പറഞ്ഞിട്ട് കഴുതിയും പുലിയും തമ്മിൽ ഭയങ്കര വാഗ്വാദവും വാക്ക് തിരക്കാവും. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, രാജാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവർ സിംഹത്തിൻ്റെ അടുത്ത് പോകുന്നു. സിംഹത്തിനോട് പുലി പറയുന്നു അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഈ പുല്ലിനെ കണ്ടിട്ട് ഇവൻ പറയുന്നു ഇത് ചുമന്ന പുല്ലാണ്, ഞാൻ പറയുന്നത് പച്ച പുല്ലാണ്, അങ്ങ് ഇവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത അവൻ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുമോ എന്ന് പറഞ്ഞ് രണ്ടുപേരും വാദിക്കുമ്പോൾ അവസാനം രാജാവ് പറയുന്നു ഈ ഒരു കേസിന് വിധി ഞാൻ പ്രഖ്യാപിക്കുന്നത് പുലിക്ക് ഒരു ചാട്ടവാറ് കൊണ്ട് 100 അടി കൊടുത്ത് വിട്ടോ, കഴുതനെ വെറുതെ പറഞ്ഞു വിട്ടു എന്ന് പറയാണ്. അപ്പോൾ പുലിക്ക് ആകെ സങ്കടവും. പുലി പറയും എന്തിനാണ് എന്നെ ചീത്ത പറഞ്ഞത് അല്ലെങ്കിൽ എന്തിനാണ് എന്നെ പണിഷ് ചെയ്യുന്നത് ചോദിക്കുമ്പോൾ രാജാവ് പറയുന്നൊരു മറുപടി ഉണ്ട്, പുലി അതിൻ്റെ കളറ് പച്ചയാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം, നീ അത് അവനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടും അവനോട് അതിൻ്റെ കാര്യത്തിൽ വിവരമില്ലാത്ത അവനോട് അതിൻ്റെ കാര്യത്തിൽ വാഗ്വാദത്തിൽ ഏർപ്പെട്ടതിനുമാണ് നിനക്ക് ശിക്ഷ കിട്ടിയത്.
കാരണം അവനൊന്നും ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അവരെ തിരുത്തുന്നതിന് പകരം, അവരെ മാറ്റുന്നതിന് പകരം നമ്മൾ നമ്മുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ കാര്യങ്ങൾ ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആവട്ടെ. കാരണം നമുക്ക് അക്കാഡമിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകത്തിൽ ടോപ്പ് ക്ലാസ് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമുക്കുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത മറ്റ് സംസ്ഥാനങ്ങളിൽ ആരുമായിട്ട് കിടപിടിക്കാവുന്നതിലല്ല. അവർക്ക് നമ്മുടെ ഏഴയിലേക്കത്ത് വരാനുള്ള അത്ര പോലും സെറ്റപ്പും കാര്യങ്ങളും ഇല്ല. എവിടെ പോയാലും ടോപ്പ് എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും എന്ത് സയൻറ്റിസ്റ്റ് എടുത്താലും നമ്മുടെ കുട്ടികളെല്ലാവരും മുകളിലുണ്ടാവും. പക്ഷേ പലപ്പോഴും ഇവർ പല സാഹചര്യങ്ങളും തഴയപ്പെട്ട് പോകുന്നതിൻ്റെ ഒരേ ഒരു കാരണം നമുക്ക് ഇംഗ്ലീഷിൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരാളെ ഫലിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്, നമ്മുടെ കഴിവും കാര്യങ്ങളും അവിടെ അവതരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആ ഒരു പ്രശ്നം നേരിടുന്നുണ്ട്. അത്തരത്തിൽ ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നാളായിട്ട്, ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ട്രെയിനർ അല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ച പല കാര്യങ്ങളും ആർക്കെങ്കിലും ഉപകാരപ്രദമായിക്കോട്ടെ. ഈ ഒരു കുറവ് കാരണം ആർക്കും ഇത് കിട്ടാതെ വരണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ പല വീഡിയോകളും ചെയ്യുന്നിട്ടാണ്. ഈ അടുത്ത് രസിങ്ങും ആലിയ ഭട്ടും അഭിനയിച്ച ഒരു സിനിമ കാണാനിടയായിട്ടാ. ഹിന്ദി സിനിമയാണ്, നമ്മുടെ നാടായിട്ട് ബന്ധമുള്ള സിനിമയൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ആ സിനിമയിൽ ആലിയ ഭട്ടിൻ്റെ ഫാമിലി സാമ്പത്തികമായിട്ട് ഭയങ്കര താഴ്ന്ന നിലയിലും രൺവീർ സിംഗിൻ്റെ ഫാമിലി അത്യാവശ്യം നല്ല ഹൈ എൻഡ് രീതിയിലാണ് ഉള്ളത് കേട്ടോ. പക്ഷേ ഇതിനകത്തൊരു വ്യത്യാസം എന്ന് വെച്ചാൽ ആലിയ ഭട്ടിൻ്റെ ഫാമിലി എഡ്യൂക്കേഷൻ പരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിൽ ഭയങ്കര ടോപ്പാണ്, മറ്റവന് ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ ഇവർ ഒരു കണ്ടീഷൻ്റെ പേരിൽ രണ്ടുപേരും പരസ്പരം വീടുകളിൽ മാറി താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ രൺവീർ സിംഗ് ആലിയ ഭട്ടിൻ്റെ വീട്ടിൽ താമസിച്ച് ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ഭയങ്കര പോയട്രി, ഹിസ്റ്ററി കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഇംഗ്ലീഷിൽ ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ രൺവീർ സിംഗ് പറയും, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഞാനും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു മറുപടി ഉണ്ട്, നിനക്കതിന് ഇംഗ്ലീഷ് അറിയില്ലോ, നീ എന്ത് സംസാരിക്കാനാണ്, നീ എന്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാ, ഇത് കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രോഗ്രാമാണ്, നിനക്ക് ഇവിടെ കാര്യമായിട്ട് റോളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെക്കാളും 10 ഇരട്ടി ഉയർന്ന നിലയിലുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള അവനെ പോലും ഇവർ തഴഞ്ഞ് ഒഴിവാക്കുന്ന ഒരു സീൻ അതിനകത്തുണ്ട് കേട്ടോ. सबसे बड़ा शेम, ओए होए, रॉकी को इंग्लिश नहीं आती. व्हाट ए बैड, व्हाट ए वर्स्ट. अब तो कंफर्म रॉकी कैंसल. അത് കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കാറ്റഗറി പരിഗണന പല സാഹചര്യങ്ങളിലും പല സ്ഥലങ്ങളിലും പല ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ട്. ആരെങ്കിലും എന്തെങ്കിലും നമ്മുടെ നാടിനെ നമ്മളെ ആളുകളെ പറ്റിയിട്ട് തെറ്റായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് തിരുത്താനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനോ അറ്റ്ലീസ്റ്റ് പറഞ്ഞ് പിടിച്ചു നിൽക്കാനോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഒരു കഴിവും കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.